വലിയ മാറ്റങ്ങളാണ് ഈ കേരളത്തിൽ ഉണ്ടാക്കിയത്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് നമ്മൾ 5 ലക്ഷത്തോളം ആളുകൾക്ക് വീട് കൊടുത്തു. 4,81,000 വരുന്ന ആളുകൾക്ക് നമുക്ക് പട്ടയം കൊടുക്കാൻ കഴിഞ്ഞു. നമ്മുടെ മക്കൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയങ്ങളെല്ലാം നല്ല മികച്ചതായി. പഴയ സ്കൂളുകളുടെ എല്ലാം ചിത്രം നമ്മുടെ ഓർമ്മയിലുണ്ട്. ആയിരക്കണക്കിന് വരുന്ന ക്ലാസ് മുറികൾ നമ്മൾ ഹൈടെക് ആക്കി. നമ്മുടെ സ്കൂളുകളിൽ ലൈബ്രറിയും ലബോറട്ടറിയും എല്ലാം വന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുന്നു. പണ്ടത്തെ പോലെ ഉപ്പുമാവോ പാലോ കഞ്ഞിയോ പയറോ മാത്രമല്ല, അല്ലേ? നല്ല സാമ്പാറും അവയിലും തോരനും പുളിശ്ശേരിയും മുട്ടയും, ഇടയ്ക്ക് മുട്ടയും പാലും, ഇടയ്ക്ക് ബിരിയാണിയും കൊടുക്കുന്നുണ്ട്, അല്ലേ? നല്ല ഒന്നാന്തരം ഭക്ഷണമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുക്കുന്നത്. അങ്ങനെ സ്കൂളുകളെയെല്ലാം വലിയ തോതിൽ മാറ്റത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചു. നമ്മുടെ ആശുപത്രികൾ നമുക്കറിയാം. നമ്മുടെ തൊട്ടടുത്ത ഗവൺമെൻറ് ഹോസ്പിറ്റൽ തന്നെ നമുക്കറിയാം. പഴയ കാലം നമ്മുടെ ഓർമ്മയിലേക്ക് നമ്മളൊന്ന് കൊണ്ടുവരിക. ഇന്നോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുക്കുന്ന സംവിധാനം നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. ഏറ്റവും മികച്ച ശസ്ത്രക്രിയകൾ ഇന്ന് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ നടക്കുന്നു. കോവിഡ് കാലത്ത് എങ്ങനെയാണ് നമ്മുടെ മനുഷ്യരെ നമ്മൾ രക്ഷപ്പെടുത്തിയത് നമ്മൾ കണ്ടു. കാർഷിക ഭൂമി നമുക്ക് കൃഷിയോഗ്യമാക്കി മാറ്റാൻ സാധിച്ചു. തരിശു ഭൂമി നമ്മൾ കൃഷിയോഗ്യമാക്കി മാറ്റി. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസക്കാലം കുടിശ്ശികയ്ക്കിട്ട പെൻഷൻ നമ്മൾ തീർത്തു കൊടുത്തു. അതിൻ്റെ തുക വർദ്ധിപ്പിച്ചു കൊടുത്തു. ബഡ്ജറ്റിൽ ആദ്യമായി 11.35% തുക നീക്കിവെച്ചത് ഇപ്പോൾ 22%. ജെൻഡർ ബഡ്ജറ്റ് അവതരിപ്പിച്ച് കേരളത്തിലെ ഗവൺമെൻറ് നാടിന് മാതൃകയായി. ഏറ്റവും കൂടുതൽ PSC നിയമനം ചെറുപ്പക്കാർക്ക് കൊടുത്തത് നമ്മുടെ ഗവൺമെൻറ്റാണ്. അങ്ങനെ എത്ര സമയം വേണമെങ്കിലും ഈ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു. 5 വർഷക്കാലം അത് ചെയ്തത് കൊണ്ടാണ് വീണ്ടും ഒരിക്കൽ കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു തുടർ ഗവൺമെൻറ് കേരളത്തിൽ ഭരിക്കാൻ ജനങ്ങൾ അവസരം കൊടുക്കുന്നത്. ആ 5 വർഷക്കാലം എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രവർത്തിച്ചത്? വീണ്ടും നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ ഈ 5 വർഷവും എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്? അടിസ്ഥാന വികസന മേഖലയിൽ കേരളം കൈവരിച്ചുള്ള മാറ്റം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതിദാരിദ്ര്യം നമുക്ക് തുടച്ചു മാറ്റാൻ സാധിച്ചു. ലോകത്ത് അതിദാരിദ്ര്യം തുടച്ചു മാറ്റിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ചൈനയുണ്ടെങ്കിൽ വിപ്ലവം നടക്കാത്ത ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള നമ്മുടെ കൊച്ചു കേരളം 2ാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ എടുത്ത തീരുമാനമാണ് അതിദാരിദ്ര്യം നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യും. അതിനുവേണ്ടി 1000 കോടി രൂപ നമ്മൾ ബഡ്ജറ്റിൽ നീക്കിവെച്ചു. നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും ജീവനക്കാരും ഗവൺമെൻറ് സംവിധാനമാകെ ഒറ്റക്കെട്ടായി തന്നതിൻ്റെ ഫലമായിട്ടാണ് അതിദരിദ്രരില്ലാത്ത നാടായി നമ്മുടെ നാടിനെ നമ്മൾ മാറ്റി തീർത്തത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം വലിയ പ്രതിസന്ധികൾക്ക് നടുവിലാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ആ പ്രതിസന്ധികൾ എങ്ങനെയാണ് കേന്ദ്രം ഉണ്ടാക്കിയതെന്ന് നമുക്കറിയാം. കേരളം പോലെ ഒരു സംസ്ഥാനത്തെ നോക്കിക്കൊണ്ട് കേന്ദ്രം പറയുന്നത് എന്താ? നിങ്ങൾക്കിനി കാര്യമായിട്ടൊന്നും തരേണ്ട ആവശ്യമില്ല, നിങ്ങൾ ആയുർദൈർഘ്യത്തിൽ മുന്നിലാണ്. മാതൃമരണ നിരക്ക് കുറവ്, ശിശുമരണ നിരക്ക് കുറവ്, നല്ല വസ്ത്രം ധരിക്കുന്നവർ, 3 നേരം കുളിക്കുന്നവർ, പല്ല് തേക്കുന്നവർ, നിങ്ങൾ എല്ലാ നിലയിലും മുകളിലായി കഴിഞ്ഞിരിക്കുന്നു. ഇനി കേരളത്തിന് കാശ് തരേണ്ടതാണ്. പക്ഷെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? 2031 ആകുമ്പോഴേക്കും ജനസംഖ്യയിൽ 1/5 പറയുന്നത് 60 വയസ്സ് കഴിഞ്ഞവരായിരിക്കും. അവർക്ക് പ്രത്യേക സംരക്ഷണം ഒരുക്കേണ്ട അത്യാവശ്യം ഭരണകൂടത്തിനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ കേരളത്തിന് സഹായം കിട്ടണം. അതാരുടെ ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണ്.